ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഈസ് എ ലേസി ഡേ. സൺഡേ ഏറ്റവും ലേറ്റായിട്ട് ഇരിക്കുന്ന ദിവസമാണ്. അപ്പോൾ സൺഡേ പപ്പയും മമ്മിയൊക്കെ നേരത്തെ ദോശ ഉണ്ടാക്കി കഴിച്ചു. പക്ഷേ ഞാനിന്ന് ബ്രെഡ് കഴിക്കാൻ പോവാണ്. ബ്രെഡും പിന്നെ കുറച്ച് ഓട്സുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഞാൻ ബ്രെഡൊക്കെ ഓൾറെഡി ടോസ്റ്റ് ചെയ്തു കേട്ടോ. ബ്രെഡൊക്കെ ഓൾറെഡി ടോസ്റ്റ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ വെള്ളം ഉണ്ടായിരുന്നു. യെസ്, സോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താണ് നമ്മുടെ വെള്ളമുള്ളതുകൊണ്ട് ഭയങ്കര സൗണ്ട്. ഓക്കെ, സോ നമുക്കൊരു കുറച്ച് ബട്ടർ ഉള്ളൂ കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ ബൺ മസ്ക മേടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു. എനിക്ക് കുറച്ച് ബാക്കിയുള്ളൂ. നമുക്കത് ഇവിടെ ഉപയോഗിച്ച് തീർക്കാം. അല്ലാതെ ഇനി കുറച്ചുകൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. സോ ഐ തോട്ട് ഐ വിൽ യൂസ് ഇറ്റ് ഹിയർ. ഇത് കുറച്ചുകൂടി മെൽറ്റ് ആവണമായിരുന്നു. ബിക്കോസ് നമ്മുടെ ബ്രെഡ് ബട്ടർ കുറച്ചുകൂടി മെൽറ്റായാലും ഇത് പിടിക്കുള്ളൂ. ഇന്നലെ ഞാൻ ആക്ച്വലി ഇത് മെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി മെൽറ്റായാലും ഇത് പിടിക്കത്തുള്ളൂ. ഓക്കേ, സോ നമുക്കൊരു ബ്രെഡും കൂടി വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തേക്കാം. ബിക്കോസ് ഇത് കാലി കുറച്ചേ ഉള്ളൂ. ഇനി ഇത് കുറച്ചായിട്ട് ബാക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്. നമുക്കിങ്ങനെ വെച്ച് നോക്കിയാലോ. ഓരോരോ പരീക്ഷണങ്ങളാണ്. ഒരു തുള്ളി ബട്ടർ പോലും വേസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിന് ഓക്കെ, സോ ഇതും കാലി. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓട്സ് കലക്കാം. ഓട്സ് ഇൻ ദ സെൻസ് മൂസ്ലി. ഞാൻ പറഞ്ഞിട്ടില്ലേ, വെരി ലേസി ഡേയ്സിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മൂസ്ലി. അപ്പോൾ നമുക്ക് മൂസ്ലി കലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മൂസ്ലി ഇടാം. സോ ഇതാണ് നമ്മുടെ മൂസ്ലിയുടെ ഇത് പേര് കാണുന്നില്ല അല്ലേ. ഇത് ട്രൂ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവം നല്ലതാണ് കേട്ടോ. ട്രൂ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ശരി, നല്ലതാണ്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ചിയാ സീഡ്സ്, കുറേ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയോട്ടോ. ഓൾമോസ്റ്റ് കുറേ നട്ട്സും ആൽമണ്ട്സും ബെറീസും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി സംഭവമാണത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും. നമ്മൾ രാവിലെ പാൽ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാട എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് പാട റിമൂവ് ചെയ്തിട്ട് ഇത് ഫുൾ നിറച്ച് വയ്ക്കാം. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ പരിപാടി. നമുക്ക് പാലൊന്ന് മൂടി വെച്ചേക്കാം അല്ലേ. ഓക്കെ, സോ പാല് നമ്മൾ മൂടി വെച്ചു. നമ്മുടെ ബണ്ണ് ഇവിടെ അല്ല, നമ്മുടെ ഇത് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇത് കുറച്ചൊന്ന് സോക്കാവണം കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി സോഫ്റ്റ് ആവുക. നമ്മുടെ ബട്ടർ ഇതുവരെ മെൽറ്റായിട്ടില്ല. മെൽറ്റായിട്ടോ. ഈ ഒരു ഫോമിലിടുന്നതാണ് കുറച്ചുകൂടി നമുക്ക് കഴിക്കാൻ അടിപൊളി. സോ ഫുള്ളി മെൽറ്റഡ് ആയില്ലെങ്കിലും മെൽറ്റഡായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ആൻഡ് ബട്ടർ ആൻഡ് സം മൂസ്ലി. ഓക്കെ, സോ നമ്മളിതൊക്കെ പരത്തി കഴിഞ്ഞു. നമുക്ക് നൈസായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിക്കാം. സോ ദിസ് ഇസ് ആർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ടുഡേ. ഇതിപ്പോൾ ബണ്ണ് പോലെ കുറച്ച് റോസ്റ്റഡ് അധികമായി. ഇത്രയും ആക്ച്വലി റോസ്റ്റഡ് ആവാൻ പാടില്ല. ബിക്കോസ് മമ്മി ദോശ ഉണ്ടാക്കിയ തവയിൽ കുറച്ച് ചൂട് നിൽക്കണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചൂട്ടത്ത് ഞാൻ വെച്ചുള്ളൂ. ഹീറ്റൊന്നും പോലും ചെയ്തില്ല. എന്നിരുന്നാൽ കൂടെ കുറച്ച് ഓവർ ഹീറ്റഡായി. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ബട്ടർ വിത്ത് ബ്രെഡ് ആൻഡ് കുറച്ച് മൂസ്ലി. സോ ദിസ് ഇസ് ആർ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചാലോ? സിമ്പിളല്ലേ? ഇപ്പോൾ 10 മിനിറ്റ് പോലും എടുത്തില്ല ഈ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
ബിറ്റ്വീൻ മമ്മി കുറച്ച് എള്ളുണ്ട എടുത്തിട്ട് പോയി. എള്ളുണ്ട ഈ തണ്ണിമത്തൻ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അതുപോലെ നമ്മുടെ വീട്ടിൽ എന്നും സ്റ്റോറിലുണ്ടാവുന്നൊരു സംഭവമാണ് ദിസ് എള്ളുണ്ട അല്ലെങ്കിൽ കപ്പലണ്ടി കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓൾറെഡി 11 മണി. പാല് നല്ല ചൂടുണ്ടായിരുന്നു. നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് സോക്കാവും. സോ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ലേറ്റായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.